40 ദിവസത്തെ യുദ്ധത്തിനിടെ ഇസ്രായേലിലും ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിലും ഇറാന്റെ മിസൈലുകൾ കൃത്യതയോടെ പതിക്കുന്നതിനായിരുന്നു ലോകം സാക്ഷ്യം വഹിച്ചത്. അമേരിക്കയുടെ താഡ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അടക്കം ആ ആക്രമണത്തിൽ നശിപ്പിക്കപ്പെട്ടു, സൈനികർ കൊല്ലപ്പെട്ടു. ഇതെല്ലാം ഇറാന് എങ്ങനെ സാധിച്ചുവെന്ന് വെളിപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. അതേക്കുറിച്ചാണ് ഇന്നത്തെ ഇൻഡെപ്ത് വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും മേൽ കനത്ത പ്രഹരമേൽപ്പിക്കാൻ ഇറാനു പിന്നിൽ റഷ്യയും ചൈനയും അണിചേർന്നിരുന്നുവെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇറാന്റെ കണ്ണുകളായി പ്രവർത്തിച്ചത് റഷ്യയുടെയും ചൈനയുടെയും ഉപഗ്രഹങ്ങളായിരുന്നു. അവരാണ് അമേരിക്കയുടെ സൈനിക താവളങ്ങളുടെ നിർണായകമായ വിവരങ്ങൾ ഇറാന് എത്തിച്ചു നൽകിയതെന്നും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിന്റെ വ്യോമസേന 2024 ചൈനീസ് കമ്പനിയായ എർത്ത് ഐയിൽ നിന്ന് TEE-01B എന്ന ഉപഗ്രഹം വാങ്ങിയിരുന്നു എന്നാണ് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. സൗദി അറേബ്യ, ജോർദൻ, ബഹ്റൈൻ, ഇറാഖ് എന്നിവിടങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾ ആക്രമിച്ച സമയത്ത് അവയുടെ ചിത്രങ്ങൾ എടുക്കാൻ ഇറാൻ ഈ ഉപഗ്രഹം ഉപയോഗിച്ചതായും റിപ്പോർട്ടിൽ സൂചനയുണ്ട്. ഇറാന്റെ കൈവശമുള്ള ഏതൊരു ഉപഗ്രഹത്തെക്കാളും 10 മടങ്ങ് കൃത്യതയിൽ ചിത്രങ്ങൾ പകർത്താൻ സാധിക്കുന്നതാണ് TEE-01B. അതേസമയം റഷ്യൻ സൈനിക ഉപഗ്രഹങ്ങളും നിർണായകമായ US സൈറ്റുകളുടെയും ആസ്തികളുടെയും തത്സമയ ഉയർന്ന നിലവാരമുള്ള ചിത്രങ്ങൾ ഇറാന് നൽകിയിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. 4600 കോടി രൂപ വില വരുന്ന അമേരിക്കയുടെ E-3 സെൻട്രി നിരീക്ഷണ വിമാനം തകർത്തതിനു പിന്നിൽ റഷ്യയുടെ സഹായമാണ് എന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇറാനിലേക്ക് പുതിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അയക്കാൻ ചൈന തയ്യാറെടുക്കുന്നതായി ന്യൂയോർക്ക് ടൈംസും CNN-ഉം കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് പുതിയ റിപ്പോർട്ട് കൂടി പുറത്തുവരുന്നത്. പശ്ചിമേഷ്യ വിഴുങ്ങിയ 40 ദിവസത്തെ യുദ്ധത്തിൽ ചൈനയും റഷ്യയും പരസ്യമായി ഒരു ഇടപെടലും നടത്തിയിരുന്നില്ല. പ്രത്യക്ഷത്തിൽ ഇറാൻ ഒറ്റയ്ക്ക് പോരാടുന്നു എന്ന പ്രതീതിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇറാൻ കൃത്യമായി അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യം വെക്കാൻ ആരംഭിച്ചപ്പോഴാണ് വിദഗ്ധർക്കിടയിൽ സംശയങ്ങൾ ഉടലെടുത്തത്. ഇറാന് ഒരു പുതിയ ബഹിരാകാശ പദ്ധതി ഉണ്ടെങ്കിലും നിലവിലെ ഇറാന്റെ ഉപഗ്രഹങ്ങൾക്ക് ഇത്ര കൃത്യമായ ആക്രമണങ്ങൾക്കുള്ള ശേഷിയില്ല എന്നാണ് സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസിലെ എയ്റോസ്പേസ് സുരക്ഷാ ഡയറക്ടർ ക്ലേട്ടൺ സ്വോപ്പ് വാദിക്കുന്നത്. പിന്നെ എങ്ങനെ? അവിടെയാണ് റഷ്യയുടെയും ചൈനയുടെയും സഹായം ഇറാന് ലഭിച്ചു എന്ന റിപ്പോർട്ട് പ്രസക്തമാകുന്നത്. അതിനിടെ ഇറാനെതിരായ US ഇസ്രായേൽ യുദ്ധം ആരംഭിച്ച് ദിവസങ്ങൾക്ക് ശേഷം സംഘർഷം കൂടുതൽ വഷളാകുമെന്ന് US ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയതായി CBS ന്യൂസ് വ്യാഴാഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു. റഷ്യയും ചൈനയും ഇറാനെ പിന്തുണയ്ക്കാൻ ഒരുങ്ങുന്നതിന്റെ സൂചനകളും അന്നേ അവർ ചൂണ്ടിക്കാട്ടിയതുമാണ്. ഇറാന് നൂതന റഡാർ സംവിധാനങ്ങൾ നൽകാൻ ചൈന ആലോചിക്കുന്നതായി പെന്റഗണിലെ പ്രതിരോധ ഇന്റലിജൻസ് ഏജൻസിയിലെ വിശകലന വിദഗ്ധർ വിലയിരുത്തിയതായും US ഉദ്യോഗസ്ഥർ CBS ന്യൂസിനോട് പറഞ്ഞിരുന്നു.